നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വരുവാനുണ്ട് പകരമാരോ. ബന്ധു നിയമന വിവാദത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായാലും ജയരാജന്റെ മടങ്ങിവരവിന് വിരള സാധ്യത മാത്രമെന്ന് സൂചന. ജയരാജന്റെ വകുപ്പുകൾ മുഖ്യമന്ത്രി താൽക്കാലികമായി ഏറ്റെടുത്തെങ്കിലും പകരക്കാരനെ കണ്ടെത്താൻ പാർട്ടിയിൽ രഹസ്യ ചർച്ച. നിയമന വിവാദത്തിൽ ജയരാജൻ തന്നെ കുറ്റസമ്മതം നടത്തിയിരിക്കെ ത്വരിത പരിശോധനയ്ക്ക് ശേഷം ആക്ഷേപത്തിൽ കഴമ്പില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയാൽ വഴി തുറക്കുന്നത് പുതിയ വിവാദത്തിന്. ജയരാജന്റെ രാജിയിലൂടെ പ്രതിച്ഛായ പിടിച്ചു നിർത്തിയ പിണറായി വീണ്ടും ഒരു വിവാദത്തിന് വഴിയൊരുക്കില്ലെന്ന് നിഗമനം. വ്യവസായ വകുപ്പ് പുതിയ മന്ത്രിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചാൽ നറുക്കാക്കാവുമെന്ന കാര്യത്തിൽ അഭ്യൂഹം. മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത മധ്യ കേരളത്തിൽ നിന്നാവും പുതിയ മന്ത്രിയെന്ന് രാഷ്ട്രീയ ശ്രുതി. CPM-ന് മന്ത്രിമാരില്ലാത്ത പത്തനംതിട്ടയ്ക്കും കാസർഗോഡിനും പ്രാതിനിധ്യം ലഭിച്ചേക്കാം. കുരുക്കിലാകുന്ന ത്വരിതം. നിയമന വിവാദത്തിൽ തിരക്കിട്ട അന്വേഷണവുമായി വിജിലൻസ്. ത്വരിത പരിശോധനയുടെ ഭാഗമായി ജയരാജന്റെ മൊഴിയെടുക്കും. വ്യവസായ വകുപ്പിലെ നിയമനങ്ങൾക്ക് പുറമെ മറ്റു വകുപ്പുകളിൽ നടന്ന ബന്ധു നിയമനങ്ങളും വിജിലൻസ് നിരീക്ഷണത്തിൽ. EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായി കോടതിയെ വിജിലൻസ് അറിയിച്ചത് ഇന്നലെ. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തിങ്കളാഴ്ച തന്നെ കോടതിയിൽ സമർപ്പിക്കും. അന്വേഷണം പൂർത്തിയാക്കേണ്ടത് 42 ദിവസത്തിനകം. പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസിനെ പ്രതിരോധത്തിലാക്കുന്നത് പാർട്ടിക്ക് മുന്നിൽ ജയരാജനും PK ശ്രീമതിയും നടത്തിയ കുറ്റസമ്മതം. നിയമന ക്രമക്കേട് വ്യക്തമായിരിക്കെ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പില്ലെന്ന് റിപ്പോർട്ട് നൽകാൻ ആവില്ലെന്ന് തീർച്ച. ജയരാജനെതിരെ കേസെടുക്കേണ്ടി വരുന്നതിലെ രാഷ്ട്രീയ സമ്മർദ്ദവും വിഷയം. രാജിയിൽ തീരാത്ത ശിക്ഷ. ജയരാജന്റെ കസേര തെറിപ്പിച്ച നിയമന വിവാദത്തിൽ സംഘടനാതല നടപടി വൈകില്ലെന്ന് സൂചന. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ജയരാജനും PK ശ്രീമതിക്കുമെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ദേശീയ നേതൃത്വമാണെങ്കിലും വിഷയം സംസ്ഥാന ഘടകം ചർച്ച ചെയ്യും. പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ കെടുത്തിയ വിഷയത്തിൽ ജയരാജന്റെ രാജി അനിവാര്യമെന്ന നിലപാടെടുത്ത് യെച്ചൂരി അച്ചടക്ക നടപടിയുടെ കാര്യത്തിലും കടുപ്പിക്കുമെന്ന് സൂചന. നവംബറിൽ ചേരുന്ന പൊളിറ്റ് ബ്യൂറോയ്ക്ക് ശേഷം അന്തിമ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ. ജയരാജനും ശ്രീമതിയും കുറ്റസമ്മതം നടത്തിയത് കണക്കിലെടുത്ത് ഇരുവർക്കുമുള്ള നടപടി പരസ്യശാസനയിൽ ഒതുക്കിയാൽ മതിയെന്ന് ഒരു വിഭാഗം. അതേസമയം വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ തരം താഴ്ത്തൽ ഉൾപ്പെടെ കടുത്ത ശിക്ഷയ്ക്കും സാധ്യത ഏറെ. ബലമേകാൻ ബ്രിക്സ്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യൻ ചുവടിന് പിന്തുണയുമായി 8ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഗോവയിൽ ഇന്ന് തുടക്കം. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനീസ് നടപടിയിൽ ഇന്ത്യ നീരസം അറിയിക്കും. റഷ്യയും ചൈനയുമായി ഇന്ത്യയുടെ ഉഭയകക്ഷി ചർച്ചകളും ഇന്ന് നടക്കും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.